CPM ജില്ലാ സമ്മേളനങ്ങൾ തുടങ്ങാനിരിക്കെ വിഭാഗീയത പരസ്യപോരിലേക്ക് എത്തിയതോടെ തിരുവനന്തപുരത്തും CPM-ൽ പ്രതിസന്ധി. CPM വിട്ടെന്ന് പ്രഖ്യാപിച്ച ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയെ പുറത്താക്കാൻ നിർദ്ദേശം. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അനുമതിയോടെ തീരുമാനം പ്രഖ്യാപിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി വി ജോയി വ്യക്തമാക്കി. അതേസമയം ജോയിക്കെതിരായ സാമ്പത്തിക ആരോപണങ്ങൾ മധു മുല്ലശ്ശേരി ആവർത്തിച്ചു. സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ജയിക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ വി ജോയി മത്സരിച്ചത് ജയിക്കുന്നതിന് വേണ്ടിയല്ല, തോക്കുന്നതിന് വേണ്ടിയാണ്. തോറ്റപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് വി ജോയി. മറ്റുള്ള പരിപാടികൾ നടക്കണം. വലിയ സാമ്പത്തിക സ്രോതസ്സാണ് ഉണ്ടാക്കിയെന്നുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ള വിമർശനം. ഈ പറഞ്ഞതെല്ലാം അവാസ്തവമാണെന്നും ഏരിയ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരാനാകാത്തതിലുള്ള അമർഷമാണ് മധുവിന്റെ പ്രതികരണമെന്നും CPM ജില്ലാ സെക്രട്ടറി വി ജോയ് വ്യക്തമാക്കി. മധുവിനെ പുറത്താക്കാൻ അടിയന്തരമായി ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷമായിരുന്നു പ്രതികരണം. അപ്പോൾ ഭൂരിപക്ഷം കിട്ടിയ ആള് സെക്രട്ടറി ആവുക എന്നുള്ളത് ഞങ്ങളുടെ പാർട്ടിപരമായിട്ടുള്ള തത്വമാണ്. ആ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജലീൽ സെക്രട്ടറി ആയത്. പിന്നീട് പാർട്ടിക്കെതിരായിട്ടുള്ള വർത്തമാനം അയാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്ന് പറയുന്നത് തികഞ്ഞ അവാസ്തവമായിട്ടുള്ള കാര്യമാണ്. ജില്ലാ സെക്രട്ടറി വി ജോയിക്കെതിരെ മധു മുല്ലശ്ശേരിയുടെ ആരോപണം മറുപടി അർഹിക്കാത്തതെന്ന് കടകംപള്ളി സുരേന്ദ്രനും പറഞ്ഞു. മധുവിനെതിരെ പാർട്ടിക്ക് മുന്നിലുള്ള പരാതികളെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ലെന്നും കടകംപള്ളി. അയാളുടെ മകൻ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. ആ കൊച്ചം പോലും പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അതേസമയം CPM-ഉമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചെന്നാണ് മധുവിന്റെ നിലപാട്. ജില്ലാ സെക്രട്ടറി വി ജോയി ഗുരുതര സാമ്പത്തിക തിരിമറികൾ നടത്തിയിട്ടുണ്ടെന്ന് ആവർത്തിച്ച മധു, ജോയി സംസ്ഥാന കമ്മിറ്റിയിലെത്തിയത് പലരെയും സ്വാധീനിച്ചാണെന്നും തുറന്നടിച്ചു. ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടില്ല, ഒരു പാർട്ടി ഏരിയ സെക്രട്ടറി ആയിട്ടില്ല. ഒന്നും ആവാതെ ഇന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലെത്തി. അതിനെല്ലാം ഒരുപാട് കാര്യങ്ങളുണ്ട്. പലരെയും സ്വാധീനിച്ചു. സമ്മേളന പ്രതിനിധി അല്ലാത്ത ആളാണ് സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗമായി വന്നത്. ഇനിയിപ്പോൾ അടുത്ത അജണ്ട എന്ന് പറയുമ്പോഴത്തേക്ക് തുടർഭരണം കിട്ടുകയാണെങ്കിൽ അതിൽ മത്സരിച്ച് മന്ത്രിയാവണം. പാർട്ടി മാറ്റത്തിൽ തീരുമാനവും ഉടനുണ്ടാകും. മുസ്ലിം ലീഗ് എന്നെ ബന്ധപ്പെട്ടു, കോൺഗ്രസ് എൻ്റെ അടുത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട്, BJP എൻ്റെ അടുത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട്, ഇപ്പോൾ പുതിയതായി ഉണ്ടാക്കിയ DMK അൻവർ എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഞാനുമായിട്ട് ബന്ധപ്പെട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ഒരു തീരുമാനം എടുത്തിട്ടില്ല. മധു മുല്ലശ്ശേരിയുടെ മകനും ലോക്കൽ കമ്മിറ്റി അംഗവുമായ മിഥുൻ മുല്ലശ്ശേരിയും CPM വിടും. മകൻ മാത്രമല്ല, നിരവധി പാർട്ടി സഖാക്കളുണ്ടാവും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനാവൂർ നാഗപ്പന്റെ സാന്നിധ്യത്തിലായിരുന്നു ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം. മധു മുല്ലശ്ശേരിയെ പുറത്താക്കാനുള്ള ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ ശുപാർശ സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ അറിയിക്കും. അടുത്ത സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം തീരുമാനം പ്രഖ്യാപിക്കും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.